കല്യാണത്തിന് ബന്ധുക്കളാരും വിളിച്ചില്ലെങ്കിലും ഇപ്പൊ അവര് കൃത്യമായിട്ട് വിളിക്കുന്നുണ്ട്. നടന്നത് നിസ്സാര കാര്യമല്ലല്ലോ. കല്യാണ പെണ്ണിന്റെ ആങ്ങളെ നിസ്സാര കാര്യത്തിനല്ലല്ലോ അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയത്. കൊലപാതക കുറ്റത്തിനല്ലേ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സംഭവിച്ചത് സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് എന്തിനാ? മനു, നീ ഇത്രയും കാലം കഴിഞ്ഞിട്ടും അന്വേഷിച്ചു ചെന്നത് ഒരു അന്തസ്സില്ലാത്ത കുടുംബത്തിലേക്കാണല്ലോ. അമ്മ ജ്യോതി അകത്തുണ്ട്, അവളൊന്നും കേക്കണ്ട. കേട്ടാൽ എനിക്കെന്താ? ഇതെന്താ രഹസ്യമായിട്ടുള്ള കാര്യമാണോ? കൊന്നതിനാ പിടിച്ചോണ്ട് പോയത്. നാളെ നീ എങ്ങനെ പുറത്തിറങ്ങൂടാ? നിന്റെ പൊസിഷൻ എന്താ? അമ്മ ജ്യോതിയുടെ കുടുംബത്തിന്റെ തെറ്റുകൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ വലിയൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിഹാരം ഈ വിവാഹം. എടാ, എന്നെ സംസാരിച്ച് വായടപ്പിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഉള്ള കാര്യം പറയാലോ. ഈ താലികെട്ട് നടക്കുന്നതിന് മുമ്പാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനൊരു ബന്ധത്തിന് സമ്മതിക്കില്ലായിരുന്നു. ഈ താലികെട്ട് നടക്കുന്നതിന് മുമ്പാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനൊരു ബന്ധത്തിന് സമ്മതിക്കില്ലായിരുന്നു. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ആ ജീവനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും സാറ നമ്മളോട് പറഞ്ഞല്ലേ? ആ കുടുംബമായിട്ട് അവൻ എത്ര അകന്നാ ജീവിക്കുന്നത്? എന്തകലം? അവനെന്താ വിദേശത്തായിരുന്നോ? ആ കുടുംബത്തിനകത്ത് തന്നെയല്ലേ. ഇത്രയും കുഴപ്പം പിടിച്ച ആളാണെങ്കിൽ ആ അമ്മയും അച്ഛനും എങ്ങനെയാ മോനെ കൂടെ നിർത്തുന്നത്? അമ്മേ മതി. ഇതിൽ കൂടുതൽ അമ്മ സംസാരിച്ചാ എനിക്ക് പ്രതികരിക്കേണ്ടി വരും. ഞാൻ വിവാഹം കഴിച്ചത് ജ്യോതിയെ. അവളുടെ ആങ്ങളെ തെറ്റുകാരനാണെങ്കിൽ അതിന്റെ പേരിൽ അവളെ ശിക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. പോലീസ് പിടിച്ചുകൊണ്ടുപോയതുകൊണ്ട് തീർന്നില്ലല്ലോ. ഇനിയിപ്പൊ കോടതി നിന്ന് വിചാരണ വരും, അത് കഴിഞ്ഞ് ശിക്ഷയും വരും. അപ്പോഴും എല്ലാരും ഇത് തന്നെ പറയണം കേട്ടോ. താനൊന്ന് വായടയ്ക്കണം. അവനെ കൊണ്ട് അധികം സംസാരിപ്പിക്കണ്ട.